ന്യൂസിലാൻഡിനെതിരെ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതിനു ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യതയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇതാദ്യമായാണ് ഇന്ത്യ ഇല്ലാത്ത ഒരു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ 10 വർഷങ്ങൾക്കു ശേഷമാണ് ഓസീസിനോട് ഇന്ത്യ ഒരു പരമ്പര തോൽക്കുന്നത്. സ്വന്തം മണ്ണിൽ ഒരു ടീമിനെതിരെ ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നതും ചരിത്രത്തിലാദ്യം. ക്രിക്കറ്റിലെ ഉഗ്രപ്രതാപികളായ ഇന്ത്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മൂക്കും കുത്തി വീണപ്പോൾ ആരാധകരിൽ പലരും ഉള്ളിൽ ചോദിച്ച ചോദ്യമാണ് ദ്രാവിഡ് എവിടെ? പരിശീലകനായി ദ്രാവിഡ് ഉണ്ടായിരുന്നെങ്കിൽ. 2011 ശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ലോക കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ദ്രാവിഡ് കഴിഞ്ഞ വർഷം പടിയിറങ്ങുന്നത്. 2023 ഏകദിന ലോകകപ്പിലെ അപരാജിത കുതിപ്പിൽ ഓസീസ് കത്തിവച്ച് കിരീടം കൈക്കലാക്കിയപ്പോൾ കരഞ്ഞു വീണ ആരാധകർക്കുള്ള സമ്മാനം കൂടിയായിരുന്നു അത്. ശേഷം വന്ന ഗംഭീർ ടീമിന്റെ ശൈലിയെ ആകെ മാറ്റിമറിച്ചു. ഇംഗ്ലീഷുകാരുടെ ബാസ് ബോളിനെ വെല്ലാൻ ഒരു ദിവസം 400 റൺസ് അല്ലെങ്കിൽ 100 റൺസിന് ആൾ ഔട്ട് എന്ന അഗ്രസീവ് അപ്രോച്ച് കൊണ്ടുവന്ന ഗംഭീർ ഇന്ത്യൻ ടീമിനെ ഗംഭീര പരാജയത്തിലേക്കാണ് നയിച്ചത്. അവിടെയായിരുന്നു ദ്രാവിഡ് യുഗം വ്യത്യസ്തമായിരുന്നത്. മത്സരം ജയിക്കാൻ ക്ഷമ വേണമെന്നതായിരുന്നു ദ്രാവിഡിന്റെ രീതി. കളിക്കാരനായിരുന്നപ്പോഴും പരിശീലകനായിരുന്നപ്പോഴും അതങ്ങനെ തന്നെ. ക്രീസിലെ പ്രതിരോധം അപരാധമല്ലെന്നും മഹത്തായ ഗെയിമുകൾ ജയിക്കാൻ ക്ഷമ വേണമെന്നും സമനിലകൾ ചിലപ്പോൾ ജയം പോലെ തന്നെ വിലപ്പെട്ടതാണെന്നും ദ്രാവിഡ് ഓർമ്മപ്പെടുത്തി. കളിച്ച 286 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ഒരിക്കൽ പോലും ഗോൾഡൻ ഡക്ക് ആവാത്ത താരമായിരുന്നു ദ്രാവിഡ്. അതിനിടയിൽ 31,258 പന്തുകളും 44,152 മിനിറ്റുകളും ചെലവഴിച്ചു. 3 ഫോർമാറ്റുകളിൽ കൂടി 24,000 മുകളിൽ റൺസ് സ്കോർ ചെയ്തു. പല ഇന്നിംഗ്സുകളിലും 10ഓളം മണിക്കൂറുകൾ ക്രീസിൽ നിന്നു. കിങ്സ്റ്റണിലെ ടൈലൻഡ് ബൗൾസിലോ അഡലൈഡിലെ സീമിംഗ് കണ്ടീഷനിലോ ഇന്ത്യയിലെയോ റാവൽപിണ്ടിയിലെയോ ടേണിംഗ് ട്രാക്കിലോ അയാൾ ഒരുപോലെ പന്തുകളെ ബഹുമാനിച്ചു. എതിരാളികളെ മാത്രം തോൽപ്പിച്ചു. കൊൽക്കത്തയിൽ 281 റൺസ് നേടിയ ലക്ഷ്മണിനെ 180 റൺസ് നേടിയും ഹെഡിംഗ്ലിയിൽ 183 റൺസ് നേടിയ സച്ചിനെ 148 റൺസ് എടുത്തും സാങ്കേതികതയിൽ മറികടന്നു. ലോർഡ്സിലെ ഗാംഗുലിയുടെ സെഞ്ചുറിയെ 95 റൺസിന്റെ അർപ്പണബോധത്തിൽ രണ്ടാമത് നിർത്തി. സ്റ്റീവ് വോയ്ക്ക് തൊടാനാകാത്ത ദൂരത്തിൽ മതിൽ പണിതു. ടീമായിരുന്നു അയാൾക്കെല്ലാം. ടീമിന് വേണ്ടി വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ ആവശ്യപ്പെട്ടാൽ എത്ര മൈൽ വേണമെന്നതാവും ദ്രാവിഡിന്റെ ചോദ്യം എന്ന് പറഞ്ഞത് ഹർഷ ബോഗ്ലെയാണ്. ഒടുവിൽ T20 കിരീടം രാജ്യത്തിനു വേണ്ടി നേടിക്കൊടുത്തപ്പോൾ BCCI നൽകിയ പാരിതോഷികവും അയാൾ വേണ്ടെന്ന് വെച്ചു. തന്റെ താരങ്ങൾക്ക് കൊടുക്കുന്ന തുക തന്നെ തനിക്കു മതി എന്നതായിരുന്നു അയാളുടെ നിലപാട്. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തലമുറ മാറ്റത്തിനാൽ ആടി ഉലഞ്ഞപ്പോൾ ഇന്ത്യ കുലുങ്ങാതെ നിന്നതിന് പിന്നിൽ ആ മതിലിന് പങ്കുണ്ട്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലൂടെയും അണ്ടർ-19 ടീമിലൂടെയും യുവതാരങ്ങളെ കൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഒരു മതിൽ പണിയുകയായിരുന്നു അയാൾ. ഒടുവിൽ ദൗത്യം പൂർത്തിയാക്കി അയാൾ മടങ്ങി. അയാൾക്ക് ശേഷം വന്നയാൾ ആ ദൗത്യത്തെ അതേപോലെ തുടർന്നു കൊണ്ടുപോയോ എന്നതിൽ നമുക്ക് സംശയമുണ്ടാകാം. എന്നാൽ നമ്മെ പിടിച്ചു നിർത്തിയ ആ മതിലിൽ ഒരിക്കലും അവിശ്വസിക്കരുത്. മിസ് യു ദ്രാവിഡ്.